നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത 6 ഒബ്ജക്റ്റീവ് എലമെൻറ്റ് PSQ1-ൽ ഒരു കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റും ബാക്കി 5 കമ്മിറ്റ്മെൻറ്റുമാണ് ഡിസ്കസ് ചെയ്തത്. സ്വാഭാവികമായിട്ട് ഇനി നമുക്കൊരു കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം അത് PSQ1G ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു PSQ1Gയിൽ ദ ഓർഗനൈസേഷൻ അഡോപ്റ്റ്സ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ് നാഷണൽ, ഇൻ്റർനാഷണൽ പേഷ്യൻ്റ് സേഫ്റ്റി ഗോൾസ് ഓർ സൊല്യൂഷൻസ് ഓർ ഫ്രെയിംവർക്ക്. WHO-യും മറ്റുമൊക്കെ തന്നിട്ടുള്ള പേഷ്യൻ്റ് സേഫ്റ്റി സൊല്യൂഷൻസ് അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻ്റ് സേഫ്റ്റി ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്യണം. ഇത് നമ്മൾ ഇപ്പോഴല്ല, ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെൻറ്റിലല്ല കാണുന്നത്. നമ്മൾ AIC 10Dയിൽ പേഷ്യൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഈ ഒരു പേഷ്യൻ്റ് സേഫ്റ്റിയെക്കുറിച്ചുള്ള ഗോൾസ് അച്ചീവ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതേ കണക്ക് തന്നെ കെയർ ഓഫ് പേഷ്യൻസിൻ്റെ 1Bയിലും 7Dയിലും നമ്മൾ പേഷ്യൻ്റ് ഐഡൻറ്റിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടും മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ MOMൽ നമ്മൾ കണ്ടതാണ്. MOM 3Cയിലൊക്കെ പ്രിസ്ക്രിപ്ഷൻസ് വളരെ കൃത്യമായിട്ടായിരിക്കണം, അത് മോണിറ്റേർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഹൈ റിസ്ക് മെഡിക്കേഷൻസ് MOM 4-ൽ നമ്മൾ ഹൈ റിസ്ക് മെഡിക്കേഷൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈ റിസ്ക് മെഡിക്കേഷൻസിൻ്റെ ഇൻഡിക്കേഷൻസിൽ ലാസ ഇൻഡിക്കേഷൻസ് കൃത്യമായിരിക്കണം, ലിസ്റ്റുകൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മുടെ വേദ എന്ന് പറഞ്ഞ സൊല്യൂഷൻ ഉണ്ടല്ലോ, ഇറ്റ്സ് എ ഫണ്ടാസ്റ്റിക് ടൂൾ ഫോർ കീപ്പിംഗ് ദീസ് പേഷ്യൻ്റ് സേഫ്റ്റി. സോ നമുക്ക് ആ വേദയും ഈ ഒരു നമ്മൾ നേരത്തെ കണ്ട കമ്മിറ്റിയുടെ ഡീറ്റെയിലിംഗ് ഉള്ള MHRM ഒക്കെ ചേർന്നുകൊണ്ട് വളരെ കൃത്യമായ ഒരു ഇവാലുവേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഗ്രേപ്സ് MIS ലൈവ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ കൂടെ മാനേജ്മെൻറ്റിന് ഇതുമായിട്ട് ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. സോ സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ പേഷ്യൻ്റ് സേഫ്റ്റി ഫ്രെയിംവർക്ക് 2018 നിന്ന് 2025 വരെ WHO നമുക്ക് തന്നിട്ടുള്ള ഫ്രെയിംവർക്കാണ് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു ഫ്രെയിംവർക്കുകളെ നമുക്ക് ആനുപാതികമായ രീതിയിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. അതാണ് നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ, കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ കാണുന്ന ഈ പേഷ്യൻ്റ് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി ഉണ്ടാവണമെന്നും ആ കമ്മിറ്റി ഒരു മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റി ആയിരിക്കണമെന്നും അതിനകത്ത് നോളജ്ഡ് ആയിട്ടുള്ള പേഷ്യൻ്റ് സേഫ്റ്റിയെക്കുറിച്ചും ജനറൽ സേഫ്റ്റിയെക്കുറിച്ചും നോളജ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം നമുക്ക് ഈ ഒരു കമ്മിറ്റിയെ കോർഡിനേറ്റ് ചെയ്യേണ്ടതെന്നും അത് പേഷ്യൻറ്റിൻ്റെ എണ്ണവും ഹോസ്പിറ്റലിൻ്റെ വലിപ്പം അനുസരിച്ച് ഒരു കോർഡിനേറ്ററും മൾട്ടിപ്പിൾ കോർഡിനേറ്റേഴ്സും ആകണമെന്നും നമ്മൾ ഈ ഒരു പേഷ്യൻ്റ് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലെ മീറ്റിങ്ങുകൾ എവരി മന്ത് ഉണ്ടാവണമെന്നും വർഷത്തിലൊരിക്കൽ ഇതിൻ്റെ ഓരോ പേഷ്യൻ്റ് സേഫ്റ്റി ഗോളുകളും നമ്മളെടുത്ത് റിവ്യൂ ചെയ്യുകയും റിവൈസ് ചെയ്യുകയും ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കി, പുതിയ ആഡ് ചെയ്യണമെന്ന് മനസ്സിലാക്കി. അതിന് നമുക്ക് ഇൻ്റർനാഷണൽ ഫ്രെയിംവർക്ക്സ് യൂസ് ചെയ്യണം. പേഷ്യൻ്റ് സേഫ്റ്റിയുടെ ക്വാളിറ്റി മെഷർ ചെയ്യാനുള്ള ടൂൾസ് ഉപയോഗിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ സ്റ്റാൻഡേർഡിൽ PSQയിൽ പേഷ്യൻ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റിൽ NABHൻ്റെ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് അടുത്ത സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് പോകാം.